നിങ്ങളെല്ലാവരും ഓണക്കോടി എടുത്തോ? ഇവിടെ എല്ലാ വർഷവും മോൾക്ക് ഓണക്കോടി എടുക്കാറുണ്ട് കേട്ടോ. കാരണം മോൾ സ്കൂളിൽ പോകുന്നതാണല്ലോ. അവൾക്ക് ഓണ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് അവൾക്ക് എല്ലാ വർഷവും പട്ടുപാവാടി എടുക്കും ട്ടോ. എന്നാൽ മോൻ ഇതുവരെ എടുത്തിട്ടില്ല. അവന് സ്കൂളിൽ പോകുന്നല്ലോ. ഈ വർഷം സ്കൂളിൽ പോകുന്നത് കൊണ്ട് അവനുണ്ടല്ലോ ഈ ഇടയിൽ എന്നെക്കൊണ്ട് പറഞ്ഞു അവനിക്ക് മുണ്ട് വേണമെന്ന് കേട്ടോ. അത് ഈ ഒരു ആഗ്രഹം എവിടെ നിന്ന് കിട്ടിയാന്ന് അറിയില്ല. മുണ്ടും ഷർട്ടും വേണമെന്ന് പറഞ്ഞേ. അപ്പോൾ അന്നത്തെ തൊട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒല്ലൂരുള്ള പെരിഞ്ചേരിയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓഗസ്റ്റ് 15-നാണ് കേട്ടോ പോയത്. പിന്നെ ആദ്യം പോയത് മോനൊരു ഷർട്ട് തപ്പി കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഒന്നില്ലെങ്കിൽ അവൻ്റെ സൈസിന് വലുത്, അല്ലെങ്കിൽ പിന്നെ അവൻ്റെ സൈസിനെ വെച്ച് ഏറ്റവും ചെറുത്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷർട്ട്. പക്ഷെ ഇതുണ്ടല്ലോ ചെറുതാണ് കേട്ടോ. പിന്നെ ഈ ഷർട്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതും അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സൈസ് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ. ഇത് എനിക്ക് തോന്നിയത് ഈ പുലിക്കളിയുടെയൊക്കെ ഒരു ഇതും പിന്നെ കഥകളിയുടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അതെടുത്തു. പിന്നെ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ വൈറ്റ് ഡ്രസ്സുകളും ഫ്രോക്കുകളും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ മുണ്ടെടുക്കുന്നുണ്ട്. ഇവനുണ്ടല്ലോ വണ്ണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് മുണ്ടെടുക്കുമ്പോഴും ദേ കണ്ടില്ലേ തീരെ ഇതില്ല കേട്ടോ, ആൾക്ക് ഇടുപ്പില്ലല്ലോ. പിന്നെ ഞങ്ങൾ കുറേ എണ്ണം നോക്കി, ഒട്ടിക്കുന്ന ടൈപ്പ് എടുക്കാനാണ് കേട്ടോ നോക്കിയത്. നോക്കിയപ്പോൾ ഇത് ഈ ഒരെണ്ണമാണ് എടുത്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോൾക്ക് പട്ടുപാവാടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ മോൾ പോയിട്ട് ചെറുതാണ് കേട്ടോ എടുത്തത്. പിന്നെ ഈ ഒരെണ്ണം ആദ്യമേ ഞാൻ നോക്കി, പക്ഷേ 1500 രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പിന്നെ വേറെ ഏതെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാൽ ബ്ലൗസ് ഇത്തിരി ടൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ട്രയലിംഗ് റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങളാണെങ്കിൽ ആ സമയം കൊണ്ടുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഫ്രോക്കൊക്കെ നോക്കിയിട്ടോ. എന്ത് രസമാണ്, നല്ല രസമുള്ള ഫ്രോക്കുകൾ കേട്ടോ. നല്ല വെറൈറ്റി കളറും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫ്രോക്കൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ഇതേ മോൾക്ക് ഇട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഈ പട്ടുപാവാടയുടെ ബ്ലൗസ് ഇത്തിരി നൈസ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഇത്തിരി ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കങ്ങനെ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും ഓണക്കോടി ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്തവണയൊക്കെ വന്നപ്പോൾ ഓണക്കോടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എടുത്തത്. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ വൈറ്റ് തീരെ ഇഷ്ടമല്ല. കാരണം ഈ വൈറ്റൊക്കെ പെട്ടെന്ന് ചളിയാവും. ഇക്കാക്കാണെങ്കിൽ വൈറ്റ് ആണ് കേട്ടോ ഇഷ്ടം. ഏത് ഡ്രസ്സാണെങ്കിലും ഏത് ചെരുപ്പ് എന്തെടുക്കണം വൈറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ വൈറ്റ് വേണമെന്ന് ഞാൻ വേറെ ഏതെങ്കിലും കളർ എടുക്കാമെന്ന് ചോദിച്ചു. ആദ്യം ഇത് ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇത് എനിക്ക് അങ്ങോട്ട് വലിയതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ വന്നിട്ട് ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട്. ഒരു പിങ്ക് കളറാണ് കേട്ടോ വർക്ക് വരുന്നത് കയ്യിലും അതുപോലെ നെക്കിലൊക്കെ വരുന്നുണ്ട്. വേറെ എവിടെയും വർക്ക് വരുന്നില്ല കേട്ടോ. പിന്നെ ബില്ല് ചെയ്യാൻ നിന്നപ്പോഴാണ് കേട്ടോ ഫ്രണ്ടിൽ അത് ഈ ഒരു ചുരിദാർ കണ്ടത്. ഇത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പാൻറ് റോസ് കളറാണ് കേട്ടോ വരുന്നത്, നല്ല റോസ് അല്ല. അപ്പോൾ ഇതിൻ്റെ പാൻറ് ഉണ്ടല്ലോ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രണ്ടിൽ ഇതിലുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സൈസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഡ്രസ്സ് എല്ലാവരും വലിച്ചിട്ടത് കൊണ്ട് തന്നെ അടിയിൽ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ അതിൻ്റെ പാൻറ് കിട്ടിയത്. ഇതിൻ്റെ കൂടെ ഷോളും വരുന്നുണ്ട്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ വഴിയിൽ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു.